വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ക്രിസ്മസ് ഇങ്ങ് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് ആരാണെന്നോ എന്താണെന്നോ ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. വിശുദ്ധൻ ഒരിക്കൽ വിശുദ്ധ നാട് സന്ദർശിക്കാനിടയായി. ഈ സന്ദർശനത്തിനിടയിൽ ഈശോയുടെ തിരുപ്പിറവിയുടെ സ്ഥലം വിശുദ്ധൻ കണ്ടു. ഈ സ്ഥലം കണ്ട വിശുദ്ധന് മനസ്സിൽ വലിയൊരു ആശയം ഉദിച്ചു. ഈ ഒരു സ്ഥലത്തിന്റെ ലാളിത്യത്തോടു കൂടി തന്നെ പുതിയൊരു രീതിയിൽ ഈ ഒരു സ്ഥലം ഒന്ന് ആവിഷ്കരിച്ചാലോ. അങ്ങനെയാണ് 1221 ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂടിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജന്മം നൽകുന്നത്. ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് വിശുദ്ധൻ തിരഞ്ഞെടുത്തത് ദേവാലയങ്ങളോ മണിമാളികകളോ ഗോപുരങ്ങളോ ഒന്നുമല്ല, മലമുകളിലെ മനോഹരമായ ഒരു കാലിത്തൊഴുത്തായിരുന്നു. ഈ കാലിത്തൊഴുത്തില് വിശുദ്ധൻ ഈ പുൽക്കൂട് നിർമ്മിച്ചപ്പോൾ വിശുദ്ധനോടൊപ്പം പ്രകൃതിയും മൃഗങ്ങളും എല്ലാം അണിചേർന്നു. അങ്ങനെ ലോകത്തെ ആദ്യത്തെ പുൽക്കൂട് ആ മലമുകളിൽ ഉണ്ടായി. അന്നേ ദിവസം ആ രാത്രിയിൽ വിശുദ്ധന്റെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് നിർമ്മിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ഇനി ഇതറിയില്ല എന്ന് ആരും പറയണ്ട. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.